എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ലേ? ഞാനും ചെയ്തു കേട്ടോ വോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ എൻ്റെ വീടും വീട്ടുകാരെയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലുപ്പാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും റോട്ടിൽ രാവിലെ തന്നെ വന്ന് കളിക്കുകയാണ്. കുറേ പേര് മണ്ണിൽ കളിക്കും, കുറേ ചെറിയ ഉണ്ണികളുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലെ കുട്ടിയാണ്. നമ്മുടെ അംബ്രൂസിൻ്റെ സെയിം പ്രായം തന്നെയാണ്. ഒരു മാസം, അവൻ ആഗസ്റ്റ് 1 അംബ്രൂസ് ജൂലൈ 1. ആ ഒരു മാസം ഡിഫറൻസ് ഉള്ളതാണ്. അതേ രാവിലെ തന്നെ എല്ലാവരും കൂടിയിട്ട് കളിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്തിനാ ഇത്ര പെട്ടെന്ന് വലുതായി നമുക്ക് തോന്നും. കാരണം നമ്മൾ ആ ഒരു കുട്ടിക്കാലം നമ്മുടെ ഇപ്പോഴും മനസ്സിലുണ്ട്, ആ കളിക്കാൻ പോയതൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് വോട്ട് ചെയ്യാൻ പോവാണ്ട. അപ്പോൾ അമ്മയാണ് കൊച്ചിനെ എടുത്തേക്കണേ. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും പോവാണ്. ദേ ഇതാണ് നമ്മുടെ വഴിയിട്ടാ. നമ്മുടെ പഴയ വഴി ഇതായിരുന്നു. ഇപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായ കാരണം, ഉള്ളിൽ കൂടെയുള്ള വഴിയായ കാരണം ഇതാണ് നമ്മുടെ പുതിയ വഴി. നമ്മൾ ഫോറസ്റ്റിൻ്റെ സൈഡ് വഴിയാണ്. ഈ വഴി ശരിയാക്കി കിട്ടുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ കശുമാവിൻകാടാണ്. കുറേ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ ഇവിടെ നിറയെ കശുമാവാണ്. നമുക്ക് കശുവണ്ടി ഉണ്ടാകുന്ന സമയത്ത് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലേലത്തിന് എടുക്കും. ലേലത്തിൽ ഒരു കൂട്ടർക്ക് കൊടുക്കും. അങ്ങനെ അവരായിരിക്കും പിന്നെ ഈ കശുവണ്ടിയൊക്കെ പറക്കി കൊണ്ടുപോവുക. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ മണ്ണിട്ട റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ടാർട്ടർ റോഡാണ്. ബസ് പോകുന്ന റോഡല്ല, സാധാരണ ബസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വണ്ടികളും പോകുന്ന സാധാരണ റോഡാണ്. ഈ റോഡ് ചെന്നെത്തുന്നത് നമ്മുടെ വേലുപ്പാടത്തേക്കാണ്. വേലുപ്പാടം പള്ളിയുടെ സൈഡ് വഴിയായിട്ടാണ് ഇതവിടെ എത്തിച്ചേരുക, ഈ വഴി എത്തുക. അപ്പോൾ നമുക്ക് വോട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അമ്മ പിടിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ്. നമ്മൾ പഠിച്ചുവിടുന്ന് പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നത്. അത് വോട്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ക്ലാസ് മുറിയിൽ തന്നെയാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലേക്കാണ് വന്നേക്കുന്നത്. കൈ പൊക്കണോ? ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറയുന്ന വഴി. ഞങ്ങളുടെ വഴിയും ഇതുപോലെ തന്നെയാണ്. ഏകദേശം അതിനോട് തന്നെ സാമ്യപ്പെടുത്താം. പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് നടക്കാനോ വണ്ടി കൊണ്ടുപോകാനോ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഒന്നും കയറില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവർക്ക്. ഇവിടെ അത്യാവശ്യം ഒരു 13-15 വീടുകളുണ്ട് ഈ വഴി ചെന്നെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇന്നത്തെ ഇലക്ഷനിൽ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വഴി എത്രയും പെട്ടെന്ന് ശരിയാക്കി തരും എന്നതാണ് ഏറ്റവും വലിയൊരു ശുഭപ്രതീക്ഷയോടെ വോട്ട് ചെയ്യാൻ പോയത് കേട്ടോ. അപ്പോൾ ശരിയാക്കി തരുമായിരിക്കും അല്ലേ? മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് കല്യാണത്തിൻ്റെ സമയങ്ങളിലാണ് കേട്ടോ. നമ്മൾ കല്യാണ ആലോചനകളൊക്കെ നടക്കുമ്പോൾ ഈ വഴിയുടെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ കാടിൻ്റെ പേര് പറഞ്ഞിട്ട് കുറേ പേരുടെ കല്യാണങ്ങളൊക്കെ മുടങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ ഈ കാടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക, കുറേ വന്യജീവികളെയും കാണാൻ പറ്റും. വന്യജീവി എന്ന് പറഞ്ഞാൽ മാനുകൾ, മയിൽ, കുരങ്ങൻ, കാട്ടുകോഴി, ഇതിനൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്കിതൊക്കെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഒരു 4 മണി ഒരു 5 മണി സമയത്തുണ്ടെങ്കിൽ ഒരുപാട് മാനുകൾ കാട്ടിൽ നിന്ന് ഇറങ്ങി ഈ നമ്മുടെ വീടിൻ്റെ ആ വഴിയുടെ അവിടെയൊക്കെ വന്ന് നിൽക്കും. ഞങ്ങൾക്ക് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു കുട്ടർ കല്യാണം ആലോചിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം ആലോചിച്ച് അവർ വന്ന സമയത്ത് അവർ പോകുന്ന സമയമായപ്പോൾ ഒരു കൂട്ടം ആനകൾ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അവർക്കത് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം അവർ സിറ്റിയിൽ ജനിച്ച് വളർന്ന അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്നവർക്ക് ഇത് കാണുമ്പോൾ അയ്യോ ഞാനൊരു കാട്ടുവാസിനെയാണോ കല്യാണം കഴിക്കാൻ പോണേ, അങ്ങനെ ഒരു ചിന്ത തോന്നും. പെട്ടെന്നൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും തോന്നും.
അങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തിനെല്ലാട്ട് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ കല്യാണം കഴിച്ചത് നിയറസ്റ്റ് നമ്മുടെ വേലിപ്പാടത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള വരന്തരപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളെയാണ്. നമ്മുടെ ഇവിടങ്ങളിലെ ആളുകൾ, അതായത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ആളുകൾ കൂടുതലായി ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറാണ്. കൂടുതൽ പേരും വെച്ചിരിക്കുന്നതും റബ്ബറാണ്. കൂടുതൽ സ്ഥലമുള്ളവർ റബ്ബറാണ് പ്രിഫർ ചെയ്യുക. കാരണം നമ്മുടെ ഇവിടെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ, അതായത് ഏട്ടൻ്റെ അവിടെമാതിരി ചേമ്പ് ചേന ഇതൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും കിട്ടില്ല, അതിൻ്റെ ഒരു വിളവൊന്നും കിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മാനും പന്നിയും കുരങ്ങനും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ കൃഷി സാധനങ്ങളൊക്കെ അവർ വന്ന് തിന്നിട്ട് പോകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളുള്ള ആളുകൾ റബ്ബറാണ് പ്രിഫർ ചെയ്യുക ഇവിടെ ഉള്ളവർ. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഞങ്ങൾക്കങ്ങനെ അധികം സ്ഥലമില്ലാത്ത കാരണം ഞങ്ങളങ്ങനെ റബ്ബറൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ആകെ കൂടിയുള്ള 10 സെൻറ്റ് സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ വീടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മുടെ അവിടെയുള്ള ഇത്. അപ്പോൾ ഈ വഴി അങ്ങ് അറ്റത്തേക്ക് വരെയുണ്ട്. അറ്റത്ത് വരെ വീടുകളും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ്. കുറച്ച് അങ്ങനെ ഇറക്കത്തേക്കുള്ള വഴിയാണ്. കുറച്ച് റിസ്ക്കാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വഴി, നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടവും എന്താ പറയുക, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം നമ്മുടെ ഇതാണ്. പക്ഷെ കാണുന്നവർ ഇതൊക്കെ അമ്മയുടെ പരിചരണത്തിൽ വരുന്ന ചെടികളാണ് ഇതൊക്കെ. നമ്മുടെ ഇവിടെ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെടികൾ കൊണ്ടുവന്നിട്ട് ഒരു ചേട്ടൻ വരാറുണ്ട്. ആ ചേട്ടൻ്റെ നിന്ന് വാങ്ങി വെച്ചേക്കുന്ന ചെടികളാണിതൊക്കെ. എൻ്റെ വീടിൻ്റെ തൊട്ട് നേരെയായിട്ട് നമുക്ക് ഫ്രണ്ടിലിരുന്നാൽ കാണുന്നത് ഒരു വലിയൊരു പാലമരമാണ് ഉണ്ടാവും. അതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് ആ പാലമരം. പല പൂത്ത സമയത്തൊക്കെ നല്ല മണമുണ്ട് അവിടെ ഇരിക്കാനായിട്ട്. നമുക്ക് ചില സമയത്ത് ചില പേടിയുണ്ടാവും. പണ്ടൊക്കെ കറണ്ട് കട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാനും ചേട്ടനും അമ്മയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെടികൾ തരാം, ചെറിയൊരു പേടിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.